ചേച്ചി കരച്ചിലൊന്ന് നിർത്ത്. സ്റ്റേഷനിലേക്ക് ബെന്നിച്ചേട്ടൻ പോയേണ്ട്. അവരവനെയും കൊണ്ട് വരുള്ളൂ. കറിയല്ലേ ചേച്ചി? ചേച്ചി ഇതാ അവര് വരണുണ്ട്. ചേച്ചി എന്റെ ചേച്ചി പറഞ്ഞ കാണിക്കുന്നേ. അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്, അല്ലാതെ അവൻ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? SSLCക്ക് 100% മാർക്ക് വാങ്ങിച്ച ചെക്കന കഞ്ചാവും വലിച്ച്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഇവനോട് ഇതൊന്നും ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട. നാളെ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണം. ശരി. അമ്പോ അതെന്താടി? എന്നെ പോലും മോനെ. ഹലോ, പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയേക്കാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബെന്നിച്ചേട്ടൻ നോക്കിക്കോളൂ. ഞാനങ്ങോട്ട് വിളിക്കാൻ കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ശരി. ആശാനെ, ആശാനെ, തൊഴിലുറപ്പിന്ന് കിട്ടിയ കാശുണ്ട് എന്റെ മോനവളൊരു ഷർട്ട് മേടിച്ചു വെച്ചിട്ടുണ്ട്. പന്തല് കിടത്തുമ്പോ എന്റെ മോന് ആ ഷർട്ട് ഇട്ട് കൊടുക്കാൻ എന്റെ മോനെ. നല്ലപോലെ തടവ്. ഭയങ്കര വേദനയാ. എപ്പ കഴിഞ്ഞു മോനെ? ഒരു 5 മണിയായി കാണും. ഓ, ആ അമ്പുവിന്റെ അമ്മയുടെ ഒരു കരച്ചിലേ സഹിക്കാൻ പറ്റണില്ല. അതിന്റെ അപ്പുറത്താ രാജൻചേട്ടൻ. ആ ഈശ്വരന്റെ ഒരേ കളി. മതിമോളെ, നീ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. ആ കമ്പിത്താഴം ആ കേറിക്കോ, പോവാം. ആദ്യം പോകുന്ന ബസ് മോനൊന്ന് ഓടിക്കേറ വേഗം. ആ കമ്പിത്താഴം ആദ്യം കയറി ആദ്യം പോകാം. കമ്പിത്താഴം സമയല്ലേ? ആ കമ്പിത്താഴം.
എന്താടി പുറത്താരും മുട്ടുന്നു. ഏ ആരാടി ഈ സമയത്ത്? നീ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത്. കൊച്ചപ്പ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ പുറകെ പോലീസ് ഉണ്ട്. ഈ രാത്രി ഒന്ന് കഴിഞ്ഞിട്ടാ മതി, പിന്നെ ഞാൻ പൊക്കോളാം. നീ അകത്ത് പോ. എന്താ ഉണ്ടായത്? നീ വാ. വാ, നീ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോ വരാം. കൊച്ചാപ്പ എനിക്കിട്ട് പണിതല്ലേ. എടാ, നിന്നീ നാടിനൊരു ആവശ്യമില്ല, നീ പോ. പക്ഷെ അപ്പൊ കൊച്ചാപ്പന് ആവശ്യം വരും. കൊച്ചാപ്പന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണിടാൻ. നടക്കടാ. എടാ, നിന്നീ നാടിനൊരു ആവശ്യമില്ല, നീ പോ. അമ്മ പതുക്കെ. എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് വേദന വീണ്ടും കൂടി. ഭയങ്കര വേദനയാണോ? ചെറിയ കുത്തി കുത്തിയുള്ള വേദന നെഞ്ചിനുണ്ട് മോനെ. വേമ്പ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചോളാം, നീ ഒന്ന് പോയി കേറ്. സൂക്ഷിച്ച്. വിട്ടോ വിട്ടോ. ആ അതെ, വന്നേക്കാ. ഒരു 15 മിനിറ്റ് ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. ആ